ആ ഗ്രാമത്തിന്റെ ഒഴിഞ്ഞ മൂലയിൽ പഴയൊരു വീടിന്റെ ഉമ്മറത്തിരുന്ന് സെക്കീന ദൂരേക്ക് നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ വെളിച്ചം കുറവായിരുന്നു. കാറ്റിൽ ആടുന്ന മരങ്ങൾക്കും പുഴയുടെ ഒഴുക്കിനും അപ്പുറം അവരുടെ ജീവിതം തങ്ങി നിന്നിരുന്നത് ഒരു മനുഷ്യന്റെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുരങ്ങന്റെയും കൈകളിലായിരുന്നു. സെക്കീനയുടെ ഭർത്താവ് ഗ്രാമവാസികൾ സ്നേഹത്തോടെ മദാരി എന്ന് വിളിച്ചിരുന്ന ആ മനുഷ്യൻ ഒരു മാന്ത്രികനെയോ സർക്കസുകാരനെയോ പോലെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മാന്ത്രികത തന്റെ കുരങ്ങുമായുള്ള ആഴത്തിലുള്ള ബന്ധമായിരുന്നു. മക്കളെ പോലെ ലാളിച്ചു വളർത്തിയ ആ കുരങ്ങൻ അവർക്ക് കേവലം ഒരു മൃഗമായിരുന്നില്ല, ആ വീട്ടിലെ നാലാമത്തെ പുത്രനായിരുന്നു. സെക്കീനയുടെ 3 പെൺമക്കളും അവനെ സ്വന്തം സഹോദരനെ പോലെ കണ്ടു. വിശപ്പും ദാരിദ്ര്യവും ഉണ്ടെങ്കിലും ആ കൂരയ്ക്കുള്ളിൽ സന്തോഷത്തിന്റെ വെളിച്ചം കേടാതെ നിന്നിരുന്നു. എന്നാൽ വിധിയെന്നും സന്തോഷങ്ങളെ വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്നു. ഒരു വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ അയൽഗ്രാമത്തിൽ കുരങ്ങുകളി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു മദാരി. കയ്യിൽ കുറച്ചു നാണയത്തൊട്ടുകളും കക്ഷത്തിൽ തന്റെ പ്രിയപ്പെട്ട മകനായ കുരങ്ങനുമായി നടന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്റെ മക്കൾക്കുള്ള പലഹാരങ്ങളെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പക്ഷേ പാതി വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഹൃദയം പണിമുടക്കി. അപ്രതീക്ഷിതമായി വന്ന ഹൃദയാഘാതം ആ ശരീരത്തെ മണ്ണിലേക്ക് വീഴ്ത്തി. കുരങ്ങൻ പരിഭ്രാന്തനായി ചുറ്റും നോക്കി. അവൻ തന്റെ യജമാനന്റെ മുഖത്ത് നക്കി കരഞ്ഞു, നിലവിളിച്ചു. പക്ഷേ ആ ശ്വാസം എന്നേക്കുമായി നിലച്ചിരുന്നു. മനുഷ്യർ ആരും സഹായത്തിനില്ലാത്ത ആ വിജനമായ പാതയിൽ തന്റെ പ്രിയപ്പെട്ടവന്റെ ചേതനേറ്റ ശരീരത്തിന് കാവലിരുന്ന് ആ മൃഗം ഒഴുക്കിയ കണ്ണീരിന് ആകാശത്തെ പോലും ഇറനണയിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. മദാരിയുടെ മരണം ആ വീടിന്റെ മേൽക്കൂര തകർത്തതുപോലെയായിരുന്നു. സക്കീനയുടെയും മക്കളുടെയും വിലാപം ആ ഗ്രാമത്തെ മുഴുവൻ ഉലച്ചു കളഞ്ഞു. പക്ഷേ സങ്കടം കൊണ്ട് വയറ് നിറയില്ലല്ലോ. ദിവസങ്ങൾ കഴിയും തോറും വിശപ്പിന്റെ വിളികൾ ആ വീട്ടിൽ മുഴങ്ങാൻ തുടങ്ങി. 3 പെൺമക്കളുടെ ഭാവി ഓർത്ത് സക്കീനയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. തങ്ങൾക്ക് താങ്ങായിരുന്ന മനുഷ്യൻ പോയി, ഇനി ആര് സഹായിക്കും? ബന്ധുക്കളും സുഹൃത്തുക്കളും സാന്ത്വനങ്ങൾ നൽകി മടങ്ങിപ്പോയി. ബാക്കിയായവർ സക്കീനയും മക്കളും പിന്നെ ആ കുരങ്ങനും മാത്രമായിരുന്നു. കുരങ്ങൻ സക്കീനയുടെ അരികിൽ വന്നിരുന്ന് അവളുടെ കണ്ണീർ തുടച്ചു. താൻ ഉണ്ടെന്ന ഉറപ്പ് ആംഗ്യങ്ങളിലൂടെ അവൻ നൽകിക്കൊണ്ടിരുന്നു. ഒടുവിൽ സക്കീന ധീരമായൊരു തീരുമാനമെടുത്തു. വീട്ടിലിരുന്ന് കരഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ഗ്രാമത്തിൽ സമൂസകൾ ഉണ്ടാക്കി വിൽക്കാൻ അവർ നിശ്ചയിച്ചു. ഈ സംരംഭത്തിൽ തന്റെ ഏറ്റവും വലിയ സഹായി ഈ കുരങ്ങനായിരിക്കുമെന്ന് സക്കീനയ്ക്ക് ഉറപ്പായിരുന്നു. അവളുടെ തീരുമാനത്തിന് മുമ്പിൽ അവൻ തലകുനിച്ചു സമ്മതമൂളി. ആ രാത്രി സക്കീനയുടെ വീട്ടിലെ അടുപ്പ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും എരിഞ്ഞു. എണ്ണയുടെയും മസാലയുടെയും മണം ആ കൂരയ്ക്കുള്ളിൽ നിറഞ്ഞു. സക്കീന മാവ് കുഴക്കുമ്പോഴും ഉള്ളി അരിയുമ്പോഴും കുരങ്ങൻ അരികിൽ തന്നെ നിന്നു. ഉറക്കമൊഴിച്ച് അവർ ഇരുവരും ചേർന്ന് 100-ലധികം സമൂസകൾ തയ്യാറാക്കി. ഒരു മകൻ അമ്മയെ സഹായിക്കുന്നതിനേക്കാൾ വലിയ ആത്മാർത്ഥതയോടെ അവൻ ഓരോ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരുന്നു. നേരം വെളുത്തപ്പോൾ വൃത്തിയുള്ള ഒരു കൊട്ടയിൽ സമൂസകൾ നിരത്തി വെച്ചു. സക്കീന തന്റെ ഇളയ മകളെയും കൂട്ടി പുറത്തിറങ്ങാൻ ഒരുങ്ങി. കുരങ്ങൻ അഭിമാനത്തോടെ ആ വലിയ കൊട്ട തന്റെ തലയിലേക്ക് എടുത്തു വെച്ചു. ഗ്രാമത്തിന്റെ തെരുവുകളിലൂടെ അവർ നടന്നു. സക്കീന ഉറക്കെ സമൂസയെ, ചൂടുള്ള സമൂസയെ എന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ആ വാർദ്ധക്യത്തിന്റെ ശബ്ദത്തിന് അധികം ദൂരമെത്താനുള്ള കരുത്തില്ലായിരുന്നു. എങ്കിലും ഒരു കുരങ്ങൻ കൊട്ടയുമായി നടക്കുന്നത് കണ്ട് കൗതുകം തോന്നിയ ചിലർ അരികിലേക്ക് വന്നു. പക്ഷെ ലോകം എപ്പോഴും കരുണയുള്ളതാകില്ല. ചില കുരുത്തം കെട്ട യുവാക്കൾ സമൂസ വാങ്ങാനെന്ന വ്യാജേന സക്കീനയുടെ മകളുടെ അരികിലെത്തി. അവർ അവളെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യാൻ തുടങ്ങി. ആ പെൺകുട്ടി ഭയന്നു വിറച്ചു. ഇത് കണ്ടതും കുരങ്ങന്റെ ഉള്ളിലെ സംരക്ഷകൻ ഉണർന്നു. തന്റെ സഹോദരിയെ അന്യപുരുഷന്മാർ അപമാനിക്കുന്നത് സഹിക്കാൻ ആ മൃഗത്തിന് കഴിഞ്ഞില്ല. അവൻ തന്റെ തലയിലുന്ന സമൂസ കൊട്ട വലിച്ചെറിഞ്ഞു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരം മണ്ണിൽ ചിതറുന്നത് പോലും നോക്കാതെ അവൻ ആ യുവാക്കൾക്ക് നേരെ കുതിച്ചു. ആ ആക്രമണത്തിൽ പകച്ചുപോയ യുവാക്കൾ ചിതറിയോടി. പക്ഷേ ആ സംഘർഷത്തിനിടയിൽ സക്കീനയുടെ മകളുടെ വസ്ത്രം കീറിപ്പോയിരുന്നു. ചുറ്റും കൂടിയ ആളുകൾ അവളെ സഹായിക്കുന്നതിന് പകരം ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ക്രൂരമായി നോക്കി ആസ്വദിക്കുകയായിരുന്നു. സക്കീന തകർന്നുപോയി. തന്റെ അഭിമാനവും ഭക്ഷണവും ഒരേപോലെ മണ്ണിൽ വീണത് കണ്ട് അവൾ വിതുമ്പി. നാണക്കേടും സങ്കടവും കൊണ്ട് വിറച്ച് അവർ വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു. ഈ ബഹളങ്ങൾക്കിടയിൽ സക്കീനയുടെ കാലിടറി. റോഡരികിലെ ആഴമേറിയ ഒരു കുഴിയിലേക്ക് ആ വൃദ്ധ മറിഞ്ഞു വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ സക്കീനയുടെ കാലിലെ എല്ലൊടിഞ്ഞു. അസഹനീയമായ വേദന കൊണ്ട് അവർ നിലവിളിച്ചു. മകൾ എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ചെങ്കിലും തമാശ കണ്ടു നിന്നവർ ആരും സഹായത്തിന് വന്നില്ല. അന്ന് മനുഷ്യർ മൃഗങ്ങളെക്കാൾ താഴ്ന്നവരായി മാറിയ നിമിഷമായിരുന്നു അത്. എന്നാൽ കുരങ്ങൻ തളർന്നില്ല. അവൻ കുഴിയിലേക്ക് ചാടിയിറങ്ങി. സക്കീനയെ സാവധാനം താങ്ങിയെടുത്ത് തന്റെ സർവശക്തിയും ഉപയോഗിച്ച് പുറത്തെത്തിച്ചു.
തന്റെ തോളിൽ സക്കീനയെ ചാരിവെച്ച് അവൻ കണ്ണുനീർ വാർത്തു. സ്നേഹം കൊണ്ടും വേദന കൊണ്ടും വിറയ്ക്കുന്ന ആ മൃഗത്തിന്റെ മുഖം മനുഷ്യത്വം മരിച്ച ആ തെരുവിൽ ഒരേയൊരു പ്രകാശമായി നിലകൊണ്ടു. സക്കീനയുടെ വീട് ഇപ്പോൾ ഒരു നിശബ്ദമായ ശ്മശാനം പോലെയായിരുന്നു. മുറ്റത്തെ കുഴിയിൽ വീണ് കാലൊടിഞ്ഞ സക്കീനയ്ക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. വൈദ്യൻ വന്ന് പരിശോധിച്ച ശേഷം വിധിയെഴുതി. കുറഞ്ഞത് 3 മാസമെങ്കിലും പൂർണ്ണ വിശ്രമം വേണം. സക്കീനയുടെ ഹൃദയം പിടഞ്ഞു. തന്റെ ഭർത്താവിന്റെ വേർപാടിന് ശേഷം ആ കുടുംബത്തെ താങ്ങിയിരുന്ന ഏക കൈകൾ അവളുടേതായിരുന്നു. അവൾ കൂടി കിടപ്പിലായതോടെ ആ കൂരയ്ക്കുള്ളിൽ പട്ടിണിയുടെ കറുത്ത കരങ്ങൾ നീളാൻ തുടങ്ങി. 3 പെൺമക്കളും അമ്മയ്ക്ക് ചുറ്റുമിരുന്നു കരഞ്ഞു. അവർക്ക് പുറത്തിറങ്ങാനോ ജോലി ചെയ്യാനോ ഉള്ള ധൈര്യമില്ലായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ ദുരനുഭവത്തിന് ശേഷം. ഈ ദയനീയാവസ്ഥ കണ്ടുനിന്ന കുരങ്ങൻ ആകെ അസ്വസ്ഥനായി. അവൻ സക്കീനയുടെ അരികിൽ വന്ന് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകൾ ഒരു ഉറച്ച നിശ്ചയമുണ്ടായിരുന്നു. അമ്മേ, വിഷമിക്കേണ്ട, നിങ്ങളുടെ ഈ മകൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ അവൻ തലയാട്ടി. ആ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുരങ്ങൻ പതുക്കെ അടുക്കളയിലേക്ക് നീങ്ങി. സക്കീന നേരത്തെ വാങ്ങിവെച്ചിരുന്ന മൈദയും ഉള്ളിയും മസാലകളും അവിടെയുണ്ടായിരുന്നു. ഒരു മനുഷ്യനെ പോലെ അവൻ വിറക് അടുപ്പിൽ വെച്ച് തീ ഊട്ടി. അവന്റെ ഓരോ നീക്കത്തിലും ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. മാവ് കുഴിക്കുന്നതും ഉള്ളി അരിയുന്നതും സക്കീന ചെയ്യുന്നത് നോക്കി പഠിച്ച അവൻ ഏറെ കഷ്ടപ്പെട്ട് സമൂസകൾ തയ്യാറാക്കി. അവന്റെ കൈകൾ പൊള്ളി, പുകയേറ്റ് കണ്ടു. പുലർത്തെ സക്കീന ഉണർന്നപ്പോൾ കണ്ടത് കൊട്ടയുമായി പടിയിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകനെയാണ്. അവൾക്ക് അവനെ തടയാൻ തോന്നിയില്ല, കാരണം വിശപ്പടക്കാൻ മറ്റൊരു വഴിയുമില്ലായിരുന്നു. കുരങ്ങൻ കൊട്ട തലയിൽ വെച്ച് ഗ്രാമത്തിലെ തെരുവുകളിലേക്ക് നടന്നു. എന്നാൽ അവന്റെ മുന്നിലുള്ള വഴി മുൾക്കാടുകൾ നിറഞ്ഞതായിരുന്നു. ഒരു കുരങ്ങൻ സമൂസ വിൽക്കാൻ ഇറങ്ങിയത് കണ്ട ഗ്രാമത്തിലെ വികൃതികളായ കുട്ടികൾ അവനെ വളഞ്ഞു. അവർ അവനെ നോക്കി കൊഞ്ഞണം കുത്തി. അവന്റെ വാലിൽ പിടിച്ചു വലിച്ചു. കല്ലുകൾ കൊണ്ട് അവനെ എറിഞ്ഞു. തന്റെ തലയിലുള്ള കൊട്ടെ താഴെ വീയാതെ കാക്കാൻ അവൻ നന്നേ പാടുപെട്ടു. വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. പക്ഷേ മനുഷ്യരുടെ മനസ്സിലെ വിവേചനം മൃഗങ്ങളുടെ ശാരീരിക പീഡനത്തെക്കാൾ ക്രൂരമായിരുന്നു. ഓരോ വീട്ടുപടിക്കലും അവൻ നിന്നു. ആംഗ്യങ്ങളിലൂടെ സമൂസ വാങ്ങാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ആളുകൾ അവനെ ആട്ടിയോടിച്ചു. അയ്യേ, ഒരു കുരങ്ങൻ തൊട്ട ആഹാരം ഞങ്ങൾ കഴിക്കണോ? ഇതാർക്കറിയാം എവിടുന്നുണ്ടാക്കിയതാണെന്ന് എന്ന പരിഹാസവാക്കുകൾ അവൻ മനസ്സിലാകുന്നുണ്ടായിരുന്നു. വിഷംന്നു വലയുന്ന തന്റെ സഹോദരിമാരെയും കിടപ്പിലായ അമ്മയെയും ഓർത്ത് അവൻ തെരുവുകൾ തോറും അലഞ്ഞു. ഉച്ചസൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തുമ്പോഴും ഒരു സമൂസ പോലും വിറ്റുപോയിരുന്നില്ല. സന്ധ്യയായപ്പോൾ അവൻ തളർന്ന് നഗരത്തിലെ വലിയൊരു ചന്തയുടെ മൂലയിൽ ഇരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. എല്ലാം പരാജയപ്പെട്ടുവെന്ന തോന്നൽ അവനെ പിടികൂടി. അപ്പോഴാണ് ആ നഗരത്തിലെ ഏറ്റവും വലിയ മിഠായിക്കടയുടെ ഉടമയായ ഒരു വൃദ്ധൻ അവിടെ എത്തിയത്. കച്ചവടം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇദ്ദേഹം ഈ കുരങ്ങനെയും അവന്റെ മുന്നിലിരിക്കുന്ന സമൂസ കൊട്ടയെയും ശ്രദ്ധിച്ചു. കരയുന്ന ഒരു മൃഗത്തെ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അദ്ദേഹം അരികിൽ ചെന്ന് ഒരു സമൂസ എടുത്ത് രുചിച്ചു നോക്കി. ആഹാ, അസാധ്യമായ രുചി! സക്കീനയുടെ കൈപുണ്യവും കുരങ്ങന്റെ കഠിനാധ്വാനവും ആ സമൂസകളിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ആ മനുഷ്യൻ കുരങ്ങന്റെ തലയിൽ കൈവച്ചു. അദ്ദേഹം അവന്റെ കൊട്ടയിലുള്ള എല്ലാ സമൂസകളും വാങ്ങി. മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ തന്റെ കടയിലേക്ക് 100 സമൂസകൾ വീതം എത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ തുക കുരങ്ങന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ആ മൃഗത്തിന്റെ മുഖത്ത് വിരിഞ്ഞ ആശ്വാസം വിവരണാതീതമായിരുന്നു. സന്തോഷത്തോടെ പണവുമായി വീട്ടിലെത്തിയ കുരങ്ങൻ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. സക്കീനയെ അന്ന് കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ച ഫിർദൌസ് എന്ന പച്ചക്കറിക്കാരൻ അവിടെ ഇരിക്കുന്നു. അയാൾ സക്കീനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിസ്സഹായായ സക്കീനയ്ക്കും ഒരു സംരക്ഷണ ആവശ്യമായിരുന്നു. അങ്ങനെ ഫിർദൌസ് ആ വീട്ടിലെ പുതിയ നാഥനായി. അയാൾ പുറമേക്ക് വലിയ നന്മയുള്ളവനെ പോലെ നടിച്ചു. പക്ഷേ കുരങ്ങൻ തന്റെ തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ട് അയാളെ നിരീക്ഷിച്ചു. മൃഗങ്ങൾക്ക് മനുഷ്യന്റെ ഗന്ധത്തെക്കാൾ വേഗത്തിൽ അവരുടെ സ്വഭാവത്തിന്റെ ഗന്ധം മനസ്സിലാക്കാൻ കഴിയും. ഫിർദൌസ് സക്കീനയുടെ പെൺമക്കളെ നോക്കുന്ന നോട്ടത്തിൽ ഒരു തരം വന്യതയും കാമവും ഒളിഞ്ഞു കിടക്കുന്നത് കുരങ്ങൻ തിരിച്ചറിഞ്ഞു. സക്കീന അയാൾക്കും മരുന്നും ഭക്ഷണവും നൽകി സ്നേഹിക്കുമ്പോഴും കുരങ്ങൻ തന്റെ സഹോദരിമാർക്ക് കാവലായി വീടിന്റെ ഉമ്മറത്ത് ഉറക്കം വിളിച്ചിരുന്നു. ഫിർദൌസ് എന്ന മനുഷ്യൻ ആ കുടുംബത്തിന് ഒരു സംരക്ഷകനല്ല, മറിച്ച് ഒരു വേട്ടക്കാരനാണെന്ന് അവൻ ഉറപ്പിച്ചു. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ താൻ കൂടുതൽ കരുത്തനാകണമെന്ന് അവൻ ആ നിമിഷം ഉറപ്പിച്ചു. സക്കീനയുടെ വീട്ടിലെ പുതിയ അന്തരീക്ഷം കുരങ്ങനെ അത്ര സുഖകരമായിരുന്നില്ല. ഫിർദൌസ് എന്ന മനുഷ്യൻ വീട്ടിൽ വന്നതോടെ പെൺകുട്ടികളുടെ മുഖത്തെ പ്രകാശം കെട്ടുപോയതുപോലെ അവൻ ശ്രദ്ധിച്ചു. സക്കീന തന്റെ പുതിയ ഭർത്താവിൽ അന്ധമായി വിശ്വസിക്കുകയും ആ മനുഷ്യന്റെ കണ്ണുകൾ തന്റെ സഹോദരിമാരുടെ മേൽ പതിയുന്നത് ഒരു വേട്ടക്കാരന്റെ നോട്ടത്തോടെയാണെന്ന് കുരങ്ങൻ തിരിച്ചറിഞ്ഞു. അവരെ ഈ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ.
അവരുടെ വിവാഹം എത്രയും വേഗം നടത്തുക. മിഠായി കടയിലെ ഉടമയുടെ 3 മക്കളും സുശീലരും അധ്വാനശീലരുമാണ്. അവർക്ക് തന്റെ സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചു നൽകിയാൽ അവർ സുരക്ഷിതരായിരിക്കും. പക്ഷേ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് ആർക്കും വേണ്ടാത്ത പെൺകുട്ടികളെ ആര് സ്വീകരിക്കും? അവർക്ക് നൽകാൻ സ്ത്രീധനമായി തന്റെ പക്കൽ ഒന്നുമില്ലല്ലോ എന്ന ചിന്ത അവനെ വേട്ടയാടി. ഒരു ദിവസം ഗ്രാമത്തിലെ വടിതച്ചന്റെ അരികിലൂടെ നടക്കുമ്പോൾ കുരങ്ങനൊരു ആശയം തോന്നി. തച്ചൻ അവനോട് പറഞ്ഞു, മരം മുറിച്ചു കൊണ്ടുവന്നാൽ പണിക്കൂലി വാങ്ങാതെ നിന്റെ സഹോദരിമാർക്ക് വേണ്ട കട്ടിലുകളും അലമാരകളും പെട്ടികളും ഞാൻ നിർമ്മിച്ചു തരാം. അതൊരു വലിയ വാഗ്ദാനമായിരുന്നു. പിറ്റേന്ന് മുതൽ കുരങ്ങൻ തന്റെ ദിനചര്യ മാറ്റി. അതിരാവിലെ എഴുന്നേറ്റ് സമൂസകൾ ഉണ്ടാക്കി കടയിലെത്തിക്കും. അവിടെ നിന്ന് ലഭിക്കുന്ന പണം വീട്ടിലെ ആവശ്യങ്ങൾക്കായി സക്കീനയെ ഏൽപ്പിക്കും. എന്നിട്ട് വിശ്രമമില്ലാതെ അവൻ കാട്ടിലേക്ക് ഓടും. അവിടെ ആരും ചെല്ലാത്ത വിജനമായ ഭാഗങ്ങളിൽ ഉണങ്ങിക്കിടന്നതും ബലമുള്ളതുമായ വലിയ മരങ്ങൾ അവൻ കണ്ടെത്തി. തന്റെ ചെറിയ കൈകൾ കൊണ്ട് ആ ഭീകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുക എന്നത് ഒരു മൃഗത്തിന് ചിന്തിക്കാൻ പോകുമല്ലാത്ത കാര്യമായിരുന്നു. എങ്കിലും സഹോദരിമാരുടെ കണ്ണീർ തുടയ്ക്കണമെന്ന നിശ്ചയദാർഢ്യം അവന് അമാനുഷികമായ കരുത്ത് നൽകി. ദിവസങ്ങളോളം മാസങ്ങളോളം അവൻ കാട്ടിൽ കഠിനാധ്വാനം ചെയ്തു. അവന്റെ കൈകളിൽ തഴമ്പുകൾ വീണു, നഖങ്ങൾ തേഞ്ഞു തീർന്നു. എങ്കിലും ഓരോ തടിയും വെട്ടിയടുക്കുമ്പോൾ അവൻ തന്റെ സഹോദരിമാരുടെ കല്യാണ പന്തൽ സ്വപ്നം കണ്ടു. സ്ത്രീധനം മാത്രമായാൽ പോരല്ലോ, വിവാഹത്തിന് എത്തുന്നവർക്ക് ഭക്ഷണം നൽകാൻ വലിയൊരു തുക ആവശ്യമാണ്. അതിനായി അവൻ മറ്റൊരു കഠിനപാത തിരഞ്ഞെടുത്തു. പഴയൊരു മദാരിയുടെ കൂടെ തെരുവുകളിൽ വീണ്ടും നൃത്തം ചെയ്യാൻ അവൻ തയ്യാറായി. തന്റെ യജമാനന്റെ മരണശേഷം ഒരിക്കലും ചുവടുവെക്കില്ലെന്ന് കരുതിയ മണ്ണിൽ സഹോദരിമാർക്ക് വേണ്ടി അവൻ വീണ്ടും ചിലങ്ക കൊട്ടി. കൊടും വെയിലിൽ കത്തുന്ന ടാർ റോഡുകളിൽ മദാരിയുടെ താളത്തിനൊത്ത് അവൻ ചാടിയും മറിഞ്ഞും ആളുകളെ രസിപ്പിച്ചു. റോഡിലെ ചൂടേറ്റ് അവന്റെ പാദങ്ങൾ പൊള്ളിപ്പിടഞ്ഞു. ഇടയ്ക്ക് കാലുകൾക്കിടയിൽ വിള്ളലുകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങും. വേദന കൊണ്ട് ശരീരം വിറക്കുമ്പോഴും മദാരിയുടെ ചാട്ടവാർ വായുവിൽ മുഴങ്ങുമ്പോഴും അവൻ തന്റെ ലക്ഷ്യത്തിനായി പല്ലു കടിച്ചു പിടിച്ചു നൃത്തം തുടർന്നു. കിട്ടുന്ന ഓരോ നാണയത്തൊട്ടും അവൻ സൂക്ഷിച്ചു വെച്ചു. തന്റെ ആത്മാവ് പണയം വെച്ചാണെങ്കിലും തന്റെ പെൺമക്കളെ നല്ലൊരു വീട്ടിലേക്ക് അയക്കണമെന്നതായിരുന്നു അവന്റെ ഏക പ്രാർത്ഥന. മാസങ്ങൾ കടന്നുപോയി. കാടിന്റെ ഒരു വശത്ത് വലിയൊരു മരശേഖരം തന്നെ അവൻ ഒരുക്കി വെച്ചു. വടിതച്ചനെ കൂട്ടി വന്ന് ഇത് കാണിക്കാനിരുന്ന ദിവസമായിരുന്നു അത്. എന്നാൽ അന്ന് ആകാശം കറുത്തിരുണ്ടത് മേഘങ്ങൾ കൊണ്ടല്ല, മറിച്ച് പുകപടലങ്ങൾ കൊണ്ടായിരുന്നു. കാട്ടിൽ എവിടെയോ ഒരു തീപ്പൊരി വീണു. വേനലിലെ ഉണങ്ങിയ കാറ്റിൽ ആ തീ ആളിപ്പടർന്നു. ഗ്രാമവാസികൾ പരിഭ്രാന്തരായി ഓടുന്നത് കണ്ട കുരങ്ങൻ കാട്ടിലേക്ക് കുതിച്ചു. അവൻ ഓടിയത് തന്റെ ജീവൻ രക്ഷിക്കാനല്ല, മറിച്ച് തന്റെ സഹോദരിമാരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശേഖരിച്ച ആ മലത്തടികൾക്ക് വേണ്ടിയായിരുന്നു. കാടിന്റെ ആ ഭാഗം തീ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ ശേഖരിച്ച മരങ്ങൾ ഓരോന്നായി അഗ്നിക്കിരയാകുന്നത് കണ്ട് നിസ്സഹായനായി നോക്കി നിന്നു. ഭ്രാന്ത് പിടിച്ചവനെ പോലെ അവൻ ആ തീപ്പൊരികൾക്കിടയിലേക്ക് ചാടി വീണു. കത്തുന്ന മരങ്ങൾ കൈകൾ കൊണ്ട് വലിച്ചു മാറ്റാൻ അവൻ ശ്രമിച്ചു. തീജ്വാലകൾ അവന്റെ രോമങ്ങളെ കരിച്ചു കളഞ്ഞു. തൊലി പൊള്ളി അടർന്നു. എങ്കിലും അവൻ പിന്മാറിയില്ല. ഇത് എന്റെ സഹോദരിമാരുടെ കട്ടിലാണ്, ഇത് അവരുടെ ആഭരണ പെട്ടിയാണ് എന്ന് അവൻ ഉള്ളിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ അവനെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റി. തന്റെ കൺമുന്നിൽ തന്റെ മാസങ്ങളിലെ അധ്വാനവും സഹോദരിമാരുടെ സ്വപ്നങ്ങളും വെണ്ണീറായി മാറുന്നത് കണ്ട് ആ മൃഗം മണ്ണിൽ കിടന്നു ഉരുണ്ട് കരഞ്ഞു. ആ കരച്ചിൽ ഒരു കുരങ്ങന്റേതായിരുന്നില്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു സഹോദരന്റേതായിരുന്നു. അവന്റെ പൊള്ളിയ ശരീരത്തേക്കാൾ കൂടുതൽ വേദന അവന്റെ മനസ്സിനായിരുന്നു. വിധി തന്നോട് ഇത്രയും ക്രൂരത കാട്ടിയല്ലോ എന്നോർത്ത് അവൻ വിതുമ്പി. പുകയും ചാരവും നിറഞ്ഞ ആ കാട്ടിൽ തന്റെ സ്വപ്നങ്ങളുടെ അന്ത്യം കണ്ട് അവൻ തളർന്നിരുന്നു. പക്ഷേ ചാരത്തിനിടയിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. എങ്കിൽ ആ കുടുംബം എന്നേക്കുമായി തകർന്നു പോകുമായിരുന്നു. കാട്ടിലെ അഗ്നിയിൽ തന്റെ മാസങ്ങളിലെ അധ്വാനം വെണ്ണീറായി മാറുന്നത് കണ്ട് തളർന്ന് ശരീരമാകെ പൊള്ളലേറ്റ മുറിവുകളുമായിട്ടാണ് കുരങ്ങൻ വീട്ടിലേക്ക് മടങ്ങിയത്. ആ മുറിവുകളേക്കാൾ വലിയൊരു വേദന അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. തന്റെ സഹോദരിമാർക്ക് നൽകാൻ കരുതിയ ആ ശ്രീധര ശേഖരം കത്തി അമർന്നിരിക്കുന്നു. ഇനി എങ്ങനെ അവരുടെ വിവാഹം നടക്കും? തളർന്ന പാദങ്ങളോടെ അവൻ വീടിന്റെ പടിവാതിലെത്തി. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് കാട്ടുതീയേക്കാൾ ഭയാനകമായ മറ്റൊരു ദുരന്തമായിരുന്നു. വീടിനകത്തുനിന്ന് ദയനീയമായ നിലവിളികൾ ഉയരുന്നുണ്ടായിരുന്നു. സക്കീന അന്ന് വീട്ടിലില്ലായിരുന്നു. ഇളയ മകൾക്കൊപ്പം അവൾ വൈദ്യനെ കാണാൻ പോയതായിരുന്നു. ആ തക്കം നോക്കി ഫിർദൌസ് തന്റെ
തന്റെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു. അവൻ മൃഗീയമായ ആവേശത്തോടെ മൂത്ത സഹോദരിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. രണ്ടാമത്തെ സഹോദരി അവളെ രക്ഷിക്കാൻ ആവുന്നതുപോലെ പോരാടുന്നുണ്ടെങ്കിലും ആ ക്രൂരനായ മനുഷ്യന്റെ കരുത്തിനു മുന്നിൽ അവൻ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഫിർദൌസിന്റെ കണ്ണുകളിൽ നിന്ന് വന്യമായ ഭാവമായിരുന്നു. ഇന്ന് നിന്നെ ഞാൻ രക്ഷിക്കാൻ ആ ശപിക്കപ്പെട്ട കുരങ്ങിനോ നിന്റെ തള്ളയോ ഇവിടെയില്ല എന്ന് അവൻ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. വാതിലിന് പുറത്തു നിന്ന കുരങ്ങൻ ആ കാഴ്ച കണ്ട് തരിച്ചു പോയി. നിമിഷം നേരം കൊണ്ട് അവന്റെ ഉള്ളിലെ തളർച്ചയും സങ്കടവും അപ്രതീക്ഷിതമായി. പകരം കത്തുന്ന കോപം അവനെ ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റി. അവൻ ഒരു മൃഗമായിരുന്നില്ല ആ നിമിഷം, മറിച്ച് തന്റെ സഹോദരിമാരുടെ മാനത്തിന് കാവലിരിക്കുന്ന ഒരു സഹോദരനായിരുന്നു. അവന്റെ കയ്യിൽ കാട്ടിൽ മരം മുറിക്കാൻ കൊണ്ടുപോയിരുന്ന മൂർച്ചയുള്ള മരം വെട്ടുന്ന കത്തി ഉണ്ടായിരുന്നു. ഒട്ടും വൈകിയില്ല. അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് ആ ഫിർദൌസിന് നേരെ എറിഞ്ഞു. വായുവിലൂടെ പാഞ്ഞുപോയ ആ ആയുധം ഫിർദൌസിന്റെ തലയുടെ വശത്ത് ആയത്തിൽ മുറിവേൽപ്പിച്ചു. രക്തം ചീറ്റിയതോടെ ഫിർദൌസ് നിലവിളിച്ചുകൊണ്ട് പിന്നോട്ടു മാറി. കുരങ്ങൻ ഒരു പുള്ളിപ്പുലിയെ പോലെ അവന് നേരെ ചാടി വീണു. അവന്റെ നഖങ്ങളും പല്ലുകളും ആ ക്രൂരനെ കീറി മുറിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഭയന്നുപോയ ഫിർദൌസ് തന്റെ മുറിവേറ്റ തലയും പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. മുറ്റത്തെ ഇരുട്ടിലേക്ക് അവൻ അപ്രതീക്ഷിതനായി. മുറിക്കുള്ളിൽ ഭയന്നു വിറച്ചിരുന്ന സഹോദരിമാർ ഓടിവന്ന് കുരങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവരുടെ കണ്ണുനീർ അവന്റെ പൊള്ളിയ ശരീരത്തിൽ വീണപ്പോൾ അവന് വേദനയല്ല, മറിച്ച് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസമാണ് തോന്നിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ സക്കീനയും ഇളയമകളും തിരിച്ചെത്തി. ചിതറിക്കിടക്കുന്ന പാത്രങ്ങളും മുറിയിലെ രക്തപ്പാടുകളും കണ്ട് അവൾ നടുങ്ങിപ്പോയി. സഹോദരിമാർ നടന്ന കാര്യങ്ങൾ ഓരോന്നായി വിവരിച്ചു. ആദ്യം സക്കീനയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഫിർദൌസ് അത്രയും ക്രൂരനാണെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. നീ തെറ്റായി കണ്ടതാകും, അവൻ അങ്ങനെയുള്ളവനല്ല എന്ന് പറഞ്ഞ് അവൾ ആദ്യം കുരങ്ങനെ ശകാരിച്ചു. സക്കീനയുടെ അന്ധമായ വിശ്വാസം കുരങ്ങന്റെ ഹൃദയം തകർത്തു. എന്നാൽ പെൺമക്കൾ സത്യം ആണയിട്ടു പറഞ്ഞപ്പോൾ സക്കീന ലോകം കീഴ്മേൽ മറിഞ്ഞു. താൻ മക്കളെ പോലെ സ്നേഹിച്ച മദാരിയുടെ സ്ഥാനത്ത് ഒരു ചെന്നായിയാണല്ലോ താൻ പ്രതിഷ്ഠിച്ചതെന്ന് ഓർത്ത് അവൾ അലമുറയിട്ട് കരഞ്ഞു. ആ വീട് ഇപ്പോൾ ശൂന്യമായിരുന്നു. ഫിർദൌസ് പോയി. പക്ഷേ അവൻ തകർത്തു കളഞ്ഞത് ആ കുടുംബത്തിനെ ഇത്തിരി പോന്ന സുരക്ഷയായിരുന്നു. സക്കീന കിടപ്പിലായതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ നടക്കും? കാട്ടിലെ മരം കത്തിയതോടെ വിവാഹത്തിനുള്ള സ്ത്രീധനം എന്ന സ്വപ്നവും അസ്തമിച്ചു. 3 പെൺമക്കളെയും സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് അയക്കുക എന്നത് ഇപ്പോൾ അസാധ്യമായ ഒന്നായി തോന്നി. പണമില്ല, മരമില്ല, താങ്ങായി ഒരു പുരുഷനുമില്ല. സക്കീന നിരാശയോടെ അഗാധമായ ഗർത്തത്തിലേക്ക് വീണുപോയി. പക്ഷേ കുരങ്ങൻ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ സക്കീനയുടെ മുന്നിൽ വന്ന് ആംഗ്യ ഭാഷയിൽ ഉറപ്പു നൽകി. ഞാൻ മരിച്ചിട്ടില്ല അമ്മേ, ഞാൻ ഇപ്പോഴുമുണ്ട്. മുറിവേറ്റ ശരീരവും പൊള്ളലേറ്റ കൈകളുമായി അവൻ വീണ്ടും എഴുന്നേറ്റു. ഇനിയുള്ള ഓരോ നിമിഷവും തന്റെ സഹോദരിമാരുടെ വിവാഹത്തിനായി മാറ്റിവെക്കുമെന്ന് അവൻ നിശ്ചയിച്ചു. താൻ എത്രത്തോളം വേദനിച്ചാലും തന്റെ യജമാന്റെ മക്കൾ തെരുവിൽ അലയാൻ അവൻ അനുവദിക്കില്ല. ലോകം അവനെ ഒരു മൃഗമായി കണ്ടിരിക്കാം, പക്ഷേ ആ രാത്രിയിൽ ആ ചെറിയ കൂരയ്ക്കുള്ളിൽ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനേക്കാൾ ഉയരത്തിൽ വളർന്നിരുന്നു. തന്റെ സഹോദരിമാരുടെ കണ്ണീർ തുടച്ചുകൊണ്ട് അവൻ വീണ്ടും കഠിനാധ്വാനത്തിന്റെ പുതിയ വഴികൾ തേടി പുറത്തിറങ്ങി. ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള കരുത്ത് അവന്റെ സ്നേഹത്തിൽ നിന്നും അവൻ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ആ രാത്രി സക്കീനയുടെ വീട്ടിൽ ഇരുട്ടു മാത്രമല്ല, ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കയും തളം കെട്ടി നിന്നിരുന്നു. ഫിർദൌസിനെ ഓടിച്ചെങ്കിലും ഇനി എന്ത് എന്ന ചോദ്യം ആ അമ്മയെയും മക്കളെയും വല്ലാതെ വേട്ടയാടി. പണമില്ല, വിവാഹത്തിന് നൽകാൻ കരുതിയ മരങ്ങൾ കത്തിയമർന്നു. ശരീരമാകെ പൊള്ളലേറ്റ മുറിവുകളുമായി കുരങ്ങൻ തളർന്നിരിക്കുന്നു. സക്കീന തന്റെ പെൺമക്കളെ ചേർത്തുപിടിച്ച് കരയുകയായിരുന്നു. എന്നാൽ വിധി എന്ന ക്രൂരത മാത്രം കാട്ടാറില്ല. ചിലപ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷങ്ങളെ ഒളിപ്പിച്ചു വെക്കാറുമുണ്ട്. അപ്രതീക്ഷിതമായി ആ വീടിന്റെ മുറ്റത്ത് ഒരു വണ്ടി വന്നു നിന്നു. വാതിലിൽ ആരോ മൃദുവായി തട്ടി. പേടിയോടെ വാതിൽ തുറന്ന സക്കീന കണ്ടത് നഗരത്തിലെ ആ പ്രശസ്തനായ മിഠായി കട ഉടമയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സുശീലരായ 3 മക്കളും ഉണ്ടായിരുന്നു. സമൂസകൾ കൃത്യമായി കടയിൽ എത്താത്തതിനെ കുറിച്ച് അന്വേഷിക്കാനും കുരങ്ങനെ എന്തുപറ്റി എന്ന് നോക്കാനുമാണ് അദ്ദേഹം എത്തിയത്. എന്നാൽ ആ വീട്ടിലെ തകർന്നുപോയ അന്തരീക്ഷവും കുരങ്ങന്റെ പൊള്ളലേറ്റും ശരീരവും കണ്ടപ്പോൾ ആ വൃദ്ധന്റെ ഉള്ളൊന്നു പിടഞ്ഞു. സംഭവിച്ചതെല്ലാം കുരങ്ങൻ ആംഗ്യഭാഷയിലൂടെ വിവരിച്ചു. തന്റെ സഹോദരിമാരുടെ വിവാഹത്തിനായി അവൻ മാസങ്ങളോളം കാട്ടിൽ വെയിലും മഴയേറ്റു പണിയെടുത്തതും, അവരുടെ സ്ത്രീധനത്തിനായി ശേഖരിച്ച മരങ്ങൾ കാട്ടുതീയിൽ വെണ്ണീറായതും, ഒടുവിൽ തന്റെ കുടുംബത്തിന്റെ അന്തസ് കാക്കാൻ ഒരു ക്രൂരനോട് പോരാടിയതും അവൻ ഓരോന്നായി വിശദീകരിച്ചു. ആ മൃഗത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണീരും അവന്റെ പൊള്ളലേറ്റ കൈകളും കണ്ടപ്പോൾ മിഠായി കട ഉടമയുടെയും മക്കളുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു.
മനുഷ്യരിൽ പോലും കാണാത്ത ഇത്രയും വലിയൊരു സ്നേഹം വിശ്വസ്തതയും ഒരു മൃഗത്തിൽ ഉണ്ടെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വൃദ്ധനായ കടയുടമ പതുക്കെ സക്കീനയുടെ അരികിലേക്ക് നടന്നു. അദ്ദേഹം പറഞ്ഞു, സക്കീന, നിന്റെ ഈ മകൻ ചെയ്തത് കേവലം ഒരു സഹായമല്ല, അതൊരു വലിയ ത്യാഗമാണ്. പൊന്നും പണവും നൽകി സ്ത്രീധനം ഒരുക്കാൻ ആർക്കും കഴിയും. പക്ഷെ ഇത്രയും ആത്മാവുള്ള ഒരു സഹോദരനെ ഈ പെൺകുട്ടികൾക്ക് കിട്ടിയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് സ്ത്രീധനമായി നിന്റെ പക്കൽ നിന്ന് സ്വർണമോ പണമോ വേണ്ട. ഈ കുരങ്ങന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാനുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം വെറും ചപ്പുചവറുകൾ മാത്രമാണ്. അദ്ദേഹം തന്റെ 3 മക്കളെയും മുന്നിലേക്ക് വിളിച്ചു. സക്കീനയുടെ 3 പെൺമക്കളെയും തന്റെ മരുമക്കളായി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് അറിയിച്ചു. എന്നാൽ അതിനൊരു നിബന്ധനയുണ്ടായിരുന്നു. ആ നിബന്ധന കേട്ടപ്പോൾ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി പോയി. അദ്ദേഹം പറഞ്ഞു, ഈ കുരങ്ങൻ ഇനി മുതൽ എന്റെ കടയിലെ ഒരു സാധാരണ ജോലിക്കാരനായിരിക്കില്ല. അവൻ എന്റെ 4ാമത്തെ മകനായിരിക്കും. എന്റെ മക്കൾക്ക് ലഭിക്കുന്ന എല്ലാ അവകാശവും അന്തസ്സും അവനും ഉണ്ടായിരിക്കും. എന്റെ ബിസിനസ്സിലും കുടുംബത്തിലും അവന് തുല്യ സ്ഥാനമായിരിക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ സക്കീനയുടെയും പെൺമക്കളുടെയും ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തിന്റെ ഒരു തേങ്ങൽ ഉയർന്നു. കുരങ്ങൻ ആ വൃദ്ധന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. വിശ്വസ്തതയ്ക്കും നിസ്വാർത്ഥമായ സ്നേഹത്തിനും ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ വിവാഹ ചടങ്ങ് നടന്നു. 3 സഹോദരിമാരും പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് സർവ ഭംഗിയിലും മിഠായിക്കട ഉടമയുടെ മക്കളുടെ വധുക്കളായി പടിയിറങ്ങി. അവരുടെ വിവാഹ പന്തലിൽ എല്ലാ അതിഥികളെയും സ്വീകരിച്ചുകൊണ്ട് കുരങ്ങൻ മുൻപന്തിയിലുണ്ടായിരുന്നു. സക്കീന തന്റെ പെൺമക്കളോടൊപ്പം മിഠായിക്കട ഉടമയുടെ വലിയ വീട്ടിലേക്ക് മാറി. അവിടെ അവൾക്ക് സമാധാനവും സന്തോഷവും ലഭിച്ചു. കുരങ്ങൻ തന്റെ വാക്ക് പാലിച്ചു. അവൻ എല്ലാ ദിവസവും കടയിൽ പോയി കാര്യങ്ങൾ നോക്കി നടത്തി. പക്ഷെ അവൻ ഇപ്പോൾ പഴയ കുരങ്ങനല്ലായിരുന്നു. അവൻ ആ വീടിന്റെ വിളക്കായിരുന്നു. അവനെ കണ്ടാൽ ആളുകൾ ഇപ്പോൾ പരിഹസിക്കാറില്ല, മറിച്ച് ആദരവോടെ നോക്കാറാണ് പതിവ്. മൃഗത്തിന്റെ രൂപമാണെങ്കിലും അവന്റെ ഉള്ളിലെ മനുഷ്യത്വത്തെ ആ ഗ്രാമം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. സക്കീനയുടെ പെൺമക്കൾ സുഖമായി ജീവിച്ചു. കുരങ്ങൻ തന്റെ കടമകൾ കൃത്യമായി നിർവഹിച്ചു. സ്നേഹത്തിന് ഭാഷയില്ലെന്നും വിശ്വസ്തതയ്ക്ക് അതിർവരമ്പുകളില്ലെന്നും അവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മനുഷ്യനേക്കാൾ വലിയ ഹൃദയം ഒരു മൃഗത്തിനുണ്ടാകുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ആ കുരങ്ങൻ തന്റെ ഓരോ ശ്വാസത്തിലും ആ സത്യം തെളിയിച്ചു കൊണ്ടിരുന്നു. തന്റെ കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച അവൻ ആ നാട്ടിലെ ഒരു ഐതിഹ്യമായി മാറി. സ്നേഹം നൽകിയാൽ സ്നേഹം തിരികെ ലഭിക്കുമെന്നും ആ മിഠായി കടക്കാരൻ എന്ന ഗുണം ഒരാളെ എത്ര ഉയരത്തിൽ എത്തിക്കുമെന്നും പഠിപ്പിച്ചുകൊണ്ട് അവൻ തന്റെ ജീവിതം ആ കുടുംബത്തിന് വേണ്ടി സമർപ്പിച്ചു.